അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സിംഗിൾ പ്ലെയർ ആയിട്ട് അറ്റാക്കാണ്. ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞാൻ ഈ മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്. ഓക്കെ, പക്ഷേ മൈൻക്രാഫ്റ്റ് ഒറിജിനൽ ക്രാഫ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ സിംഗിൾ പ്ലെയർ ആയിട്ട് കുറേ നാളെ വന്നിട്ട് കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് ഒന്ന് സിംഗിൾ പ്ലെയർ ആയിട്ടിട്ട്. ഓക്കെ, നമുക്ക് ഇനി എന്താ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഈ ഗെയിം കൂടെ ഉണ്ടാവും. പിന്നെ ഈ ഗെയിം കുഴപ്പമില്ല, 100ൻ്റെ താഴെ 100ആണെന്ന് തോന്നുന്നു. 100 MB കിട്ടുന്ന നല്ല ഗെയിമാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഞാനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വേൾഡിൽ കയറാം. ഓക്കെ ഗൈസ്, എനിക്ക് അതിൻ്റെ മുമ്പ് ഗ്ലിച്ച് ഉണ്ട്. അല്ലാണ്ട് ഇത് ഇങ്ങനെ കയറിപ്പോൾ ഇറങ്ങിപ്പോൾ കയറുന്നുണ്ട്. അത് ഗ്ലിച്ചായിരുന്നു പ്രോസസ്സ്. എന്തോ നേരത്തെ ഗ്ലിച്ചറിന് ഇറങ്ങിപ്പോവാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവും. ഞാൻ ഒന്നും കൂടെ എടുത്ത് റെഡിയായി, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇത് നമ്മൾ ഒരു വേറെ സീരിയസ് ആയിരിക്കും. ഓക്കെ, ഞാൻ കയറട്ടൊന്ന് ഗൈസ്. അപ്പോൾ ഞാൻ അന്ന് കുറച്ച് റെക്കോർഡ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് സ്പോണായത് അങ്ങനെ അടുത്തെന്ന് പറയാൻ എനിക്ക് ഇവിടെ ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. അത് ഈ 2 സാധനം, അതായത് ഷുഗർ കെയിൻസ് കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, പിന്നെ 2 ഡിസ്റ്റൻസ് ഞാൻ കുറച്ചിട്ടേക്കുന്നത് ലാവായതുകൊണ്ട് 2 അത്യാവശ്യം കുറച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഷുഗർ കെയിന് ഇവിടെ തോടല്ല, പുഴയുണ്ട്, പുഴ. ഇവിടെ നിന്ന് വന്ന് ഫസ്റ്റ് ഞാൻ കണ്ടത് എക്സ്പ്ലോർ ചെയ്തില്ലേ, തോടി റെഡി ആവണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയപ്പോൾ റെഡി ആയില്ല. എന്ത് വേണേത് കയറ്റി കളിക്കാം. ഓക്കെ, ക്രാഫ്റ്റ് ബിൽഡിംഗ് അടിച്ചു കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ ഗൈസ്. ഓക്കെ, നമുക്കിനി നേരെ എക്സ്പ്ലോർ ചെയ്യാം. ഇതിലെന്താ ഇതിൽ പൊട്ടറ്റോ 2 ആപ്പിൾ, പിന്നെ ഒരു ഗോൾഡൻ ടെക്ക് അല്ലേ, പൊട്ടറ്റോ അതൊക്കെ എടുക്കണം. പിന്നെ ഇതെന്താ എങ്ങനെ ഇരിക്കണേ എനിക്കറിയില്ല. ഓക്കെ, എന്താ ഗ്ലിച്ചാണോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോണായപ്പോൾ ഇങ്ങനെ ആയി പോകുന്നതായിരിക്കും, അറിയില്ല. ഗ്ലിച്ചായിരിക്കും ചിലപ്പോൾ സ്പോണായപ്പോൾ ഇങ്ങനെ ആവില്ലേ. ചെളിയിലൊക്കെ അങ്ങനെ ഒരു വട്ടം ഞാൻ ക്രിയേറ്റീവിലിട്ട് പണ്ടിട്ടോ, അപ്പോൾ ക്രിയേറ്റീവിലിട്ട് പറഞ്ഞു പോയിട്ട് മറ്റേ എൻട്രിപ്പോട്ട് കയറി നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ ലാവ ഇങ്ങനെ ഒഴുകിപ്പോവാ, അവിടെ ബ്ലോക്ക് ഒട്ടിച്ചിട്ട് പോലെ അതിൻ്റെ അടിയിൽ എന്തോ ഒരു ഗ്ലിച്ച. ഇതിൻ്റെ അടിയിൽ മെയിൻ ഉണ്ടാവും. എത്രയും 3 5 6 അയണും പിന്നെ 3 ഗോൾഡും പിന്നെ സൈഡിലും പിന്നെ ആർമറും. ഓക്കെ, അയങ്കോലും കുറേ നാളുകൾ കണ്ടിട്ട്. ഓക്കെ, ഇനി 2 എന്താ അങ്ങനെ സ്പോണായോ, കയ്യിലെടുത്ത് പിടിച്ചിരിക്കുക, അതായത് കൈ പിടിക്കുക. എന്താ അച്ചീവ്മെൻ്റ് കിട്ടാതെ ഐസ് ലെഗ് ഡയമണ്ട് ഫസ്റ്റ്. വില്ലേജേഴ്സ് ഇവിടെ കുറവാണെന്ന് അല്ലേ എൻ്റെ മോനെ. ഇവിടെ അടുത്ത് വീടും പണിയുടെ എല്ലാം അടിച്ചു മാറ്റിയിട്ട് ഇവിടെ ബ്രെഡ് പെട്ടെന്നോട്. ഇവിടെ 2 സാപ്ലിങ്ങും പിന്നെ ബ്രെഡും. പിന്നെ അവിടെ എന്തല്ലേ ബഗ്ഗല്ല അല്ലേ, ഇത് ബഗ്ഗല്ല, ഇതിങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തൊക്കെ ഉണ്ടാവുക ആർക്കറിയാം. എവിടെ ടൂൾ ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് വേഗം കൂടെ വന്ന് അതിങ്ങനെ ഇതിവിടെ ഉണ്ടല്ലേ. ഇവിടെ വന്ന ബെഡ് അടിച്ച് വെക്കണം, എന്നിട്ട് ഇവിടെ എവിടെയും വെക്കണം. പിന്നെ 2 വില്ലേജേഴ്സുമാരെയും തട്ടണം വെച്ചാൽ അവിടെ ഇതാക്കണം, കൂട്ടി വരണം. എന്നാലല്ലേ കുറേ ഫാം ഉണ്ടാക്കാൻ പറ്റുമോ. മേലെ ആകാശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഞാൻ ഗ്രാഫിക്സ് ഇങ്ങനെയല്ല ഇരുന്നത്,
ഗ്രാഫിക്സ് ആദ്യം ഇങ്ങനെയായിരുന്നു, പക്ഷേ ബാക്കും കൂടെ ഇങ്ങനെയായിരുന്നു. കറക്റ്റായിരുന്നു. ഞാൻ സോറിയാണ് അറിയാണ്ട് അടിച്ചു. ഓക്കെ, എങ്ങനെയല്ലായിരുന്നു. ഞാൻ പിന്നെ ഗ്രാഫിക്സ് മാറ്റി. ലാഗായതുകൊണ്ട് മാറിക്കതേ ഓർമ്മട്ടെ. എന്താ എൻ്റെ ബെഡിൽ കയറി കിടക്കുന്നത്? അവൻ്റെ ബെഡാണ്, ഞാൻ കയറി കിടക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി വില്ലേജേഴ്സ് നമ്മൾ ഉറക്കത്തിൽ വിളിച്ചിരുന്ന വിളിക്കും. നല്ല ഏരിയ ആണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് വീഡിയോ വെക്കാം. അടുത്തൊരു മരത്തിൻ്റെ അംശം പോലും കാണുന്നില്ല ഗൈസ്. എടാ മരം ഇവിടെ മരമൊന്നുമില്ലേ? സാധാരണ ഒരു മരമെങ്കിലും കാണേണ്ടതാണല്ലോ. സാപ്ലിങ് അതിനുള്ളിരിക്കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ശ്രമമുണ്ട് എനിക്ക്. അതല്ല, ഇവിടെ ഒരു മരത്തിൻ്റെ അംശം പോലും കാണുന്നില്ല പൈസ. ഇവിടെ അതിൻ്റെ മണ്ടയ്ക്കുണ്ടോ നോക്കട്ടെ. ഇവരെ കൊണ്ട് ഫാമൊക്കെ ഉണ്ടാക്കണം. അയ്യോ ഇവിടെ ഒരു മരം പോലില്ല. എന്താ അങ്ങനെ? ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തല്ലേ? ചുമ്മാ വെറുതെ ചുമ്മാ വേറെ എന്താന്ന് വെച്ചാൽ ഞാൻ അവിടത്തെ ഞാൻ എപ്പോഴും ഓർത്ത് ഇത് വെറുതെ കളയണ്ടത് സുഖിക്ക്. എടാ ഇവിടെ ഒരു മരം പോലും ഇല്ല. അതെ എൻ്റെ മോൻ നേരത്തെ ഒറ്റൊരു മരം പോലും കാണുന്നില്ലായിരുന്നു. ഞാൻ ഈ ഏരിയ മരത്തിൻ്റെ ഏരിയ ആക്കി പറ്റുമോ നോക്കിക്കോ പൈസ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വുഡ് ഇതാക്കാൻ പോണ്. ഓക്കെ, നമ്മൾ ഇത് കട്ടിയിട്ട് ഫസ്റ്റ് ടൂൾസ് ഉണ്ടാക്കി, പിന്നെ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്റ്റോണ് പിക്കാക്സും സ്റ്റോൺ ആക്സും ഉണ്ടാക്കണം. ഇത് പെട്ടെന്ന് കുടിക്കാം. സാപ്പിളും കിട്ടാൻ 2 സ്റ്റിക്ക് കിട്ടി. 2 സ്റ്റിക്ക് കിട്ടി. ഓക്കെ, ഒരു സാപ്പിളിങ് കഴിച്ചിട്ട് മൊത്തം മുറിച്ചിട്ട് വരും. ആകെപ്പാട് കിട്ടിയത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്ര ഐറ്റംസ്: 2 സ്റ്റിക്ക്, 1 സാപ്ലിങ്, ഒരു വീഡിയോ കളി മൗണ്ടൻ്റെ ഏരിയൻ്റെ അവിടെ മേടിച്ചല്ലോ. നോക്കട്ടെ. അല്ല, എനിക്ക് മൗണ്ടൻ വീഡിയോ വെക്കുന്നത് എനിക്ക് കൊടുക്കുന്നത് ഇഷ്ടമായി. എന്താ അറിയില്ല. ഞാൻ പണ്ട് റിവറിൻ്റെ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ ഒരു 6 അടിക്കുമ്പോൾ. എന്നിട്ട് ഡിലീറ്റായിപ്പോയി ആ വേൾഡ്. ഇവിടെ നല്ല ഏരിയ സെറ്റാക്കണം. ഇവിടെ ഒരു മരത്ത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ വില്ലേജ് കാണാം അടുത്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇത് ഇങ്ങനെ ഇത് ചെയ്തെടുത്തിട്ട് ഇതിനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് കുറച്ച് പിക്കാക്സും ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു കോബിൾ സ്റ്റോണ് മൈൻ ചെയ്യണം. അതിന് മുമ്പ് ഇത് എവിടെ തപ്പട്ടെ, മിക്കവാറുമായിട്ട് ചാവും. ഈ മൈനിങ് ഏരിയ ഒക്കെ ഉണ്ടാക്കണം. പണ്ട് അണ്ടർഗ്രൗണ്ടിലെല്ലാം ചെയ്യുക. അപ്പോൾ ആ മൈനിങ് ഏരിയയിലേക്ക് അണ്ടർഗ്രൗണ്ടിൽ പിന്നെ മറ്റേതെന്താ പറയുക, ഫാമില്ലേ, ബോബ് ഫാർമിലേക്ക് പോകാൻ അതിൻ്റെ അടിയിൽ നിന്ന് വഴി ഉണ്ടായിട്ടുണ്ട്. അടിയിൽ കൂടെ പോവാ അങ്ങനെയാണ്. പിന്നെ ഒരു റൂം സെറ്റാക്കുക എനിക്കതിനൊക്കെ. പണ്ട് അങ്ങനെയാണ് ശരിക്കും ഗൈസ്. അണ്ടർഗ്രൗണ്ട് സെറ്റാക്കി ഒന്നും കാണുന്നില്ല. ഞാൻ അവിടെ ബെഡ് എടുത്തുള്ളവർ പറഞ്ഞു നൈറ്റാണ് പറയാൻ പറ്റില്ല. ഇപ്പം നൈറ്റായി. മൈൻക്രാഫ്റ്റിൽ പെട്ടെന്ന് നൈറ്റായി. കുട്ടിയോട് പറയണ്ട, അങ്കറയിലൊക്കെ പെട്ടെന്ന് തീരും. ഞാൻ ഫസ്റ്റ് ഒരു ബെഡ് മോഷ്ടിക്കട്ടെ അവരെ. പെട്ടെന്ന് പോടാ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബെഡ് കൊണ്ട് വച്ചില്ലെങ്കിൽ അതിന് മുമ്പ് എത്താൻ പിന്നെ ഒന്നിക്കുന്നു. അടുത്തന്നെ സ്പോണായത് അത്
എയർപ്ലെയിൻ ചാപ്പ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ബെഡ് കുറച്ച് ഹെവിയിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടോ. പിന്നെ വില്ലേജേഴ്സിനും കൂട്ടി വേണം, 2 വില്ലേജേഴ്സ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബ്രീഡിങ് ഫാം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, പിന്നെ ഇവനും ബീറ്റ് വീണ്ടും തുടങ്ങിയായിരുന്നു ഫാം. ഓക്കെ, ഇവിടെ ബെഡ് കൊണ്ട് വെച്ചിട്ട് റെസ്പോൺ പോയിന്റ് സെറ്റ് ആയിട്ട് എന്നിട്ട് ചെറുതായിട്ട് ചാണുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് വീണ്ടും സാധനങ്ങളൊക്കെ പോയെടുക്കാം. അയ്യോ ഏടാ, ഞാൻ പിന്നെ ചത്ത. ഞാൻ ഹങ്കർ കൂട്ടാൻ വേണ്ടി ശരിക്കും ചത്ത. അതോടൊപ്പം ഗൈസ്, ഞാൻ ഹങ്കർ കൂട്ടാൻ വേണ്ടി ശരിക്കും ചത്ത. നമുക്ക് ഫസ്റ്റ് ഈ ഭാഗം റെഡിയാക്കാം. അത് ആക്സ്, ഒരു ഷവല്, ഒരു ചെസ്റ്റ്, വുഡൊക്കെ തീർന്ന്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് ബുധനാഴ്ച 26 നവംബറിലാണ്. ഓക്കെ, ഇടുന്ന ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് ഇടും, അല്ലെങ്കിൽ നാളെ ഇടും, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇടും, അല്ലെങ്കിൽ ജനുവരിയിലിടും ഈ വീഡിയോ. പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് സമയം കിട്ടപ്പോഴാണ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആ ദിവസം എടുത്തിട്ട് ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ക്ലീൻ ചെയ്തിട്ട് ഇത് മൊത്തം ക്ലിയർ ആക്കിയിട്ട് വരാം. ഓക്കെ വോയിസ് വന്നിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതിൻ്റെ അടിയിൽ കുറച്ച് ബ്ലോക്ക് വെച്ച് കുറച്ച് സ്ഥലമാക്കിയിട്ടുള്ളൂ. പിന്നെ ഐസിന് വീട് വെക്കുന്ന എപ്പിസോഡിലായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ 2 നൈറ്റ് ഇതാക്കിയിട്ടുണ്ടോ ഗൈസ്. ഗൈസ് ഞാൻ ഇതും കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. അടുത്ത എപ്പിസോഡിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ വീടും വെക്കും, പിന്നെ മൈൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീട്ടിൽ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. പീസ് ഔട്ട്.